لا يسخر من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. صدق الله العلي العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളെ കബൂൽ ചെയ്യുമാറാകട്ടെ. തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് ഓതിക്കേൽപ്പിച്ച് അതിൻ്റെ ഏകദേശം ആശയം പറയുന്നതിന്റെ തുടർച്ചയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ തന്നെ 11-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. ഇന്നലെ പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന 3 നല്ല ഗുണങ്ങളാണ്. ഒന്ന് സാഹോദര്യമാണ്, പിന്നൊന്ന് എന്തെങ്കിലും ഒരു തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അനുരഞ്ജന ശ്രമങ്ങൾ ഉണ്ടാകണം എന്നതാണ്, മൂന്നാമത്തത് സർവോപരി അല്ലാഹുവിനെ പേടിക്കണം എന്നതാണ്. എന്നാൽ ആ ഇസ്ലാമിക ഭദ്രതയിൽ ഇസ്ലാമിക സമൂഹത്തിലുള്ള ഇഴയെടുപ്പത്തിന് വിഘ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് തുരങ്കം സൃഷ്ടിക്കുന്ന 3 ദുർഗുണങ്ങളെ കുറിച്ചാണ് ഈ ആയത്ത് 11-ാമത്തെ ആയത്തിൽ പറയുന്നത്. പലപ്പോഴും നമുക്ക് നിസ്സാരമായി തോന്നും. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് മല പോലെ കണക്കാക്കുന്നത്, വെറുതെ ഒരു പൊടി പോലെ കണക്കാക്കുന്നത് അവര് മല പോലെ കണക്കാക്കിയിരുന്നതാണ്. ചെറിയ സംഗതികളെ പോലും ഒരു വലിയ സംഗതികളായി കണ്ടിരുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞ 3 സംഗതികളാണ് ഈ ആയത്ത് അനാവരണം ചെയ്യുന്നത്. ഒന്ന്, ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ കളിയാക്കാൻ പാടില്ല. കളിയാക്കുന്ന സമൂഹം കളിയാക്കുന്നവരേക്കാൾ ഉത്തമരായേക്കാം. പ്രത്യേകിച്ചും സ്ത്രീകൾ, സഹോദരിമാരും ക്ഷമിക്കണം. പരിഹാസത്തിന്റെ വിഷയത്തിൽ അവർ പുരുഷന്മാരെക്കാൾ ഒരു പടി മുന്നിലാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പരിഹാസം ഇസ്ലാമിക സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടല്ലേ പോണത് എന്ന് പറഞ്ഞുകൊണ്ട് മൈമൂനയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൈമൂന എന്ന ഭാര്യ കുറച്ച് പൊക്കം കുറഞ്ഞ സ്ത്രീയായിരുന്നു, അങ്ങോട്ടല്ലേ പോകുക എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമായി. ഞാൻ ഇന്നലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ച 2 സന്ദർഭങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമായ ഒരു സന്ദർഭമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, നീ പറഞ്ഞ ഈ വർത്താനം ജസീറത്തുൽ അറബിലെ വെള്ളത്തിലെങ്ങാനും മുക്കിയാൽ അതെല്ലാം മലിനമായി പോകുമായിരുന്നു. വളരെ ചുരുങ്ങിയ ഒരു സൂചന മാത്രമാണ് ആയിഷ ബീവി നടത്തിയത്. സഹാബത്തോട് സാധാരണ ഉണ്ടാകാറുള്ള ഈറ കൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് കണ്ടത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ വാക്ക് ജസീറത്തുൽ അറബിലുള്ള ഏതെങ്കിലും വെള്ളത്തിൽ മുക്കിയാൽ ആ വെള്ളം മുഴുവൻ നശിച്ചു പോകുമായിരുന്നു, ദുഷിച്ചു പോകുമായിരുന്നു. വളരെ നശിച്ച, വളരെ മലിനമായ വർത്തമാനമാണ് നീ പറഞ്ഞത് എന്നാണ്. പിന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തരുത്. ഇസ്ലാമിക സമൂഹത്തിലെ സഹോദരന്മാരെല്ലാം ഒരേ അണിയിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ കുത്തരുത് എന്ന് പറഞ്ഞത്. ഇവിടെ ആരെങ്കിലും ആരെങ്കിലും കുത്തിയാൽ അത് നമുക്ക് തന്നെ, നമ്മുടെ ശരീരത്തിന് തന്നെ ഏൽക്കുന്ന കുത്താണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇസ്ലാമിക സഹോദരന്മാർ ഒരു ശരീരമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലോ. ഇസ്ലാമിക സഹോദരന്മാർ ഒരൊറ്റ ബിൽഡിംഗാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പോ അതിനേൽക്കുന്ന ഒരു കളങ്കം ഇസ്ലാമിക സമൂഹത്തിന്റെ സർവ്വഗാത്രത്തിന് ഏൽക്കുന്ന ഒരു കളങ്കമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ കുത്താൻ നിൽക്കരുത്. നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ തന്നെ ഭാഗമാണ്, നിങ്ങളുടെ തന്നെ ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലക്ക് നിങ്ങൾ കുത്താൻ പാടില്ല. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ മുഖം ചുളിഞ്ഞ, മുഖം വിവരണമായ മറ്റൊരു സന്ദർഭമാണത്. അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ തൊടിയില് ബിലാൽ കൂലിക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പണിയുടെ ഇടയിൽ എന്തോ ഒരു അലസത ബിലാലിന്റെ അടുത്ത് വന്നപ്പോ ബിന്ത സൗദ, കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചുപോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ ന്യായീകരിക്കും. ബിന്ത സൗദ എന്ന് പറഞ്ഞ നീഗ്രോ കുട്ടി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ വലിയ തെറ്റൊന്നുമില്ല. ബിന്ത സൗദ, കറുത്തവന്റെ മകനെ എന്ന് അബൂദർ വിളിച്ചുപോയി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വിഷയമെത്തി. ബിലാൽ റളിയല്ലാഹു തആല വേദനിക്കുന്ന മനസ്സുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഇന്ന് എന്റെ കൂട്ടുകാരൻ തന്നെ കർത്തവന്റെ മകനെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗവർണറായിക്കൊണ്ട് മുഖം ചുളിച്ചുകൊണ്ട് അബൂദറിനോട് പറഞ്ഞു, ഇന്നക മർഅൻ ഫീക ജാഹിലിയ്യ, ജാഹിലിയ്യത്തിന്റെ അംശം ഇപ്പോഴും നിന്നിൽ അവശേഷിക്കുന്നു. അബൂദർ ഏത് അബൂദറാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹിബ്ബുക ബില്ലാഹ്, നിന്നെ ഞാൻ എന്നേക്കാൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ സ്വഹാബിയാണ് അബൂദർ. അദ്ദേഹത്തോട് റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നക മർഅൻ ഫീക ജാഹിലിയ്യ, ജാഹിലിയ്യത്തിന്റെ ഒരു അംശം, ആദ്യത്തിന്റെ അഹങ്കാരത്തിന്റെ ഒരംശം നിന്നിലുണ്ട് അബൂദർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ മോശം പേരുകൾ വിളിക്കരുത്. വെളിപ്പേരുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് മാന്യമാക്കി വിളിക്കുന്ന പേരുകളുണ്ട്. ശ്രീമാൻ, ശ്രീമതി, ഹാജിയാര്, തങ്ങള്, ഉസ്താദ്, മൗലവി, അധ്യാപകൻ, മാഷ്, മാസ്റ്റർ, പ്രൊഫസർ, ഇത്തരത്തിലുള്ള ലഖബുകളാകാം. അത്തരത്തിലുള്ള വെളിപ്പേരുകൾ പ്രശ്നമില്ല. എന്നാൽ ആളെ പച്ചാക്കുന്ന രീതിയിൽ മുക്കണ്ണൻ, കോളൻ, ഒറ്റക്കാടൻ, ഒന്നരക്കാടൻ, താടി, കള്ളത്താടി, ഇങ്ങനെയൊക്കെയുള്ള വിളിപ്പേരുകൾ അത് ആളെ പച്ചാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള പേരുകൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകരുതെന്നാണ്. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പാപങ്ങളാണ്. ഹസനാത്തുൽ അബ്റാർ സയ്യിഅത്തുൽ മുഖറബീൻ. അപ്പോ മുഖറബീങ്ങളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് ഇത്തരത്തിലുള്ള വെളിപ്പേരുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇത്തരത്തിലുള്ള വിഘ്നങ്ങൾ സംഭവിച്ചാൽ, ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ട് ആരെങ്കിലും തൗബ ചെയ്യുന്നില്ലെങ്കിൽ അവൻ അക്രമിയാണ്. ശിർക്കിനെ കുറിച്ചാണ് അല്ലാഹു ദുൽമ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മാതാപിതാക്കളെ ആക്രമിക്കുന്നതിനെ കുറിച്ചാണ് അല്ലാഹു ദുൽമ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയൊരു അക്രമമാണ് ഒരു വിശ്വാസിയായ സഹോദരനെ കളിയാക്കല്, അവന്റെ കുറ്റപ്പേര് വിളിക്കല്, അവനെ കുത്തി സംസാരിക്കല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലഅനി വലൽ ഫാഹിഷി വലൽ ബദി. ഒരു വിശ്വാസിയിൽ ഈ 4 ദുർഗുണങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒന്ന് ആളുകളെ ശപിക്കുക, മറ്റൊന്ന് കുത്തി സംസാരിക്കുക, അതുപോലെ തന്നെ മോശത്തരം പറയുക, പിന്നെ അസഭ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, തെറിയിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള 4 ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ വിശ്വാസിയല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഭദ്രത. ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ഭദ്രതയെ കാലം ചാട്ടുന്ന ഈ 3 ദുർഗുണങ്ങൾ നമ്മിലുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് ഉദവി നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه. اللهم إن لك في كل ليلة من ليالي شهر رمضان اتقاء وطلقاء وخلصاء ومناء من النار. اللهم اجعلنا من اتقائك وطلقائك وخلصائك من النار. اللهم تقبلها منا صيامنا وقيامنا وسائر أعمالنا يا أرحم الراحمين. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا، واجعله حجة لنا